ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് മേൽ കുരുക്ക് മുറുകുകയാണ്. ഷൈനിന് സ്ഥിരമായി ലഹരി എത്തിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണിപ്പോൾ. ഷൈൻ ടോം ചാക്കോയെ നാളെ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, ഇറങ്ങി ഓടിയത് എന്തിന്? അത് ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്നു എന്ന് കരുതിയാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. അതേ ഷൈൻ ടോം ചാക്കോ ചില കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. മറുവശത്ത് ഹോട്ടലിൽ എത്തിയ അത് കണ്ടവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം വരുന്നുണ്ട്. ലഹരി എത്തിച്ചവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം വരുന്നുണ്ട്. അങ്ങനെ അപ്പാടെ കുരുക്കിലാണോ നടൻ? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ കൂടുതൽ കുരുക്കിലേക്ക്, കാരണം ഇതുവരെ ഷൈൻ ടോം ചാക്കോ കരുതിയിരുന്നത് തന്നിലേക്ക് നീളുന്ന വലിയ അന്വേഷണങ്ങളൊന്നും തന്നെ നടക്കില്ല. ഇതിനു മുമ്പ് താൻ ലഹരി കേസുകളിൽ ഉൾപ്പെട്ടപ്പോഴെല്ലാം വളരെ കൃത്യമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അത്തരത്തിൽ തനിക്ക് കഴിഞ്ഞു എന്നതിന്റെ ഒരു ആത്മവിശ്വാസം തന്നെയായിരുന്നു ഷൈൻ ടോം ചാക്കോയെ നയിച്ചിരുന്നത്. അങ്ങനെയാണ് ഇന്നലെ രാവിലെ 10 മണിക്ക് 10:30 പറഞ്ഞ ചോദ്യം ചെയ്യലിന് അരമണിക്കൂർ മുമ്പ് ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോ എത്തിയത് തന്നെ വളരെ വേഗത്തിൽ തനിക്ക് അവിടെ നിന്ന് മടങ്ങിപ്പോകാൻ കഴിയും, ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചു വിടുമെന്നെല്ലാമുള്ള ആ രീതിയിൽ തന്നെയായിരുന്നു. എന്നാൽ ലഹരിക്കെതിരെ നടപടികൾ കർശനമാക്കുന്നു, ലഹരിയുടെ വിതരണക്കാർക്കെതിരെയും ഉപയോഗിക്കുന്നവർക്കെതിരെയും എല്ലാം തന്നെ നടപടികൾ ശക്തമാക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കേണ്ട പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കർശന നടപടികൾ എടുക്കാനുള്ള ഒരു നിർദ്ദേശം തന്നെയായിരുന്നു ലഭിച്ചത്. അങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ചെയ്യൽ, വിശദമായി തന്നെയുള്ള ഒരു ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് നാളെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടികൾ, അല്ലെങ്കിൽ നടനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കുരുക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം തന്നെ നടൻ മറുപടി പറയേണ്ട ഒരു സാഹചര്യമുണ്ടാകും. എങ്ങനെയാണ് ഈ ലഹരി ഇടപാടുകാരുമായി താൻ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നത്, എന്തിനാണ് അവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത്, എന്തിനാണ് പണം കൈമാറിയത്, ഗൂഗിൾ പേയിലൂടെ അടക്കം പണം കൈമാറിയത് എന്തിനാണ് എന്നതിനെല്ലാം തന്നെ കൂടുതൽ വിശദീകരണം നൽകേണ്ടി വരുമെന്ന് മാത്രമല്ല, ലഹരി ഇടപാടുകളിൽ ഏതെല്ലാം തരത്തിൽ പങ്കാളികളായിട്ടുണ്ട്, പ്രത്യേകിച്ച് മറ്റാരെയെങ്കിലും ഇത്തരം കണ്ണികളാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന, ശേഷം ജാമ്യം ലഭിക്കാവുന്ന ആ 2 വകുപ്പുകളാണ് ലഭിച്ചത്. അങ്ങനെയാണ് ഇന്നലെ ജാമ്യത്തിൽ, അച്ഛൻ്റെയും അമ്മയുടെയും ജാമ്യത്തിൽ ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്നാൽ നാളെ നടക്കുന്ന ചോദ്യം ചെയ്യലിൽ, വിശദമായ ചോദ്യം ചെയ്യലിൽ കൂടുതൽ തെളിവുകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും, ലഭിച്ചിരിക്കുന്ന കൂടുതൽ തെളിവുകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും അന്വേഷണ സംഘം പ്രധാനമായും മുന്നോട്ട് പോവുക. ഈ തെളിവുകൾ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും മറ്റ് വിവരങ്ങൾ കൂടി ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള മറ്റ് ലഹരി കേസുകളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ പിടിയിലായ യുവതി അടക്കം നൽകിയിരിക്കുന്ന ഒരു മൊഴി, സ്ത്രീ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് നടന്മാരിൽ പലർക്കും താൻ ലഹരി എത്തിച്ചിരുന്നു, അവരിൽ പലരും ലഹരി ഉപയോഗിക്കുന്നവരാണ്, അതിൻ്റെ ഇടപാടുകാരായി പ്രവർത്തിച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ സൗഹൃദ വലയത്തിലുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി അടക്കം ഇടപെട്ടിരുന്ന ആളുകളാണ് എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മൊഴികളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നാർക്കോട്ടിക് വിഭാഗം കൂടി വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും നാർക്കോട്ടിക് വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി മാറുകയും എല്ലാം തന്നെ ചെയ്യുമ്പോൾ കൂടുതൽ വകുപ്പുകൾ കൂടി ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെ ചുമത്താനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. മാത്രമല്ല, കൂടുതൽ വകുപ്പുകൾ ചുമത്തി കൂടുതൽ നടന്മാരിലേക്ക് കൂടി അന്വേഷണം കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നതുകൂടിയാണ് വ്യക്തമാകുന്നത്. കാരണം ഷൈനിന് കൃത്യമായി ലഹരി ഉപയോഗിക്കുന്ന മറ്റു താരങ്ങളെക്കുറിച്ചുള്ള, യുവതാരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. ഇവർ പരസ്പരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയായിരുന്നു പലപ്പോഴും ലഹരിക്കായുള്ള ആവശ്യങ്ങൾ നൽകിയിരുന്നതും പണം എങ്ങോട്ടേക്കെല്ലാമാണ് അയക്കേണ്ടത് എന്നാൽ നിർദ്ദേശങ്ങളെല്ലാം ഷൈൻ ടോം ചാക്കോയ്ക്ക് അടക്കം ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ വാദങ്ങളെല്ലാം തന്നെ പൊളിയുകയാണ്. തന്നെ ചിലർ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു, ആ ഹോട്ടലിലെത്തി ആക്രമിക്കാൻ ശ്രമിച്ചു, അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി താൻ ഇറങ്ങി ഓടുകയായിരുന്നു, അല്ലാതെ ലഹരി തൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, മാരക ലഹരി വസ്തുക്കളൊന്നും കൈവശം ഉണ്ടായിരുന്നില്ല എന്ന ഷൈനിൻ്റെ തുടക്കം മുതലുള്ള വാദമായിരുന്നു ഇന്നലത്തെ ഒരു ചോദ്യം ചെയ്യലിൽ തന്നെ പൂർണ്ണമായും പൊളിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പിന്നീടുള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ചോദ്യാവലി തയ്യാറാക്കി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിന്നെല്ലാം വഴുതി മാറാനുള്ള ശ്രമങ്ങൾ നടന്നാൽ പോലും പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കണം എന്ന രീതിയിൽ തന്നെയായിരുന്നു ചോദ്യം ചെയ്യലുകൾ നടക്കുകയും ചെയ്തത്. ജിജീഷ്, ഈ തനിക്ക് അതായത് നിയമപരമായി മുന്നോട്ടില്ലെന്ന്
നടി വിൻസിയുടെ കുടുംബം പറഞ്ഞിരുന്നു. പക്ഷേ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് സ്വമേധയാ കേസെടുക്കും എന്നായിരുന്നു. അതായത് ഈ കേസെടുക്കുന്ന വിഷയത്തിൽ അങ്ങനെ ഒരു കുരുക്ക് കൂടി വരാനിരിക്കുന്നില്ലേ? വിൻസി ഈ ഒരു അന്വേഷണമായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ ഏജൻസികളുമായുള്ള അന്വേഷണവുമായി സഹകരിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് വിൻസി തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിൻസി വ്യക്തമാക്കിയത് ഈ സിനിമാ മേഖലയിലെ ചില ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ലഹരി ഉപയോഗം, അത് സ്ത്രീകൾക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന മോശം പെരുമാറ്റങ്ങൾ എന്നിവ പുറത്തു കൊണ്ടുവരണം എന്നത് കാര്യം മാത്രമാണ് താൻ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായത്. മറിച്ച് നിയമ നടപടികളിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ആ നടന്റെ പേര് പോലും വെളിച്ചത്ത് വരണമെന്നോ താൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല, അത് താല്പര്യപ്പെട്ടിരുന്നില്ല. സിനിമ നിലനിൽക്കണം എന്ന് തന്നെയാണ് തൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. മാത്രമല്ല, താൻ അഭിനയിച്ച സിനിമയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകുന്നതിനോടും തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന കാര്യം മിൻസി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ സ്വമേധയാ കേസെടുക്കുകയാണെങ്കിൽ പോലും അതിലൊരു പരാതിക്കാരിയുടെ മൊഴി ഏറ്റവും പ്രധാനമാണ്. പരാതിക്കാരി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ പരാതിക്കാർക്ക് അത്തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ സ്വാഭാവികമായും പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടി തന്നെ അതിൻ്റെ നടപടികൾ അവസാനിപ്പിക്കേണ്ട ഒരു സ്ഥിതി തന്നെയായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് മുമ്പ് മറ്റു പല കേസുകളിലും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അനുഭവങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. കാരണം പരാതിക്കാരികൾ ഏതെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നു എന്നതിനപ്പുറം കൂടുതൽ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറല്ലായിരുന്നു. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വെളിപ്പെടുത്തിയ ആളുകൾ പോലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കേസെടുത്തു കഴിഞ്ഞാൽ തങ്ങൾ സഹകരിക്കില്ല, അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ കയറിയിറങ്ങാൻ താല്പര്യമില്ല എന്നൊരു നിലപാട് പല ഘട്ടങ്ങളിലും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് വിൻസി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പോലീസ് അന്വേഷണങ്ങളോ എക്സൈസ് അന്വേഷണവുമായി തൽക്കാലം മുന്നോട്ട് പോകാനോ അവർക്ക് പരാതി കൊടുക്കാനോ ആ അന്വേഷണവുമായി സഹകരിക്കാനോ തയ്യാറല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും പോലീസിൻ്റെ അത്തരത്തിലുള്ള നീക്കം, വിൻസിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾക്ക് അത് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. എന്നാൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടും ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി മായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘം തുടരുകയും ചെയ്യും.